ഇവിടെ കാണുന്ന പോലെ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ അതുമല്ല മിക്സഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് അതായത് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും കൂടി വന്നു കഴിഞ്ഞാൽ ഫ്രാക്ഷൻസിൽ എൽസിയം എങ്ങനെ യൂസ് ചെയ്യും, അതായത് ലസാഗു എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ 1/5 പ്ലസ് 1/8 പ്ലസ് 1/10. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് ശ്രദ്ധിക്കുക. 5, 8, 10. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതോ അത് നമ്മൾ ചൂസ് ചെയ്യാം. ഇപ്പൊ 10. ഈ 10നെ നമുക്ക് എല്ലാ നമ്പറും ആയിട്ട് ഫുള്ളി ഡിവിസിബിൾ ആണോ, അതായത് എല്ലാ നമ്പറും ആയിട്ട് ഫുള്ളി ഹരിക്കാൻ കഴിയുന്നുണ്ടോ, അതായത് ഹരിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം 0 വരുന്നുണ്ടോ, അതായത് റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. 10നെ 5 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഫുള്ളി ഡിവിസിബിൾ ആണ്, എന്നാൽ 10നെ 8 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഫുള്ളി ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് ഇതിന്റെ അടുത്ത മൾട്ടിപ്പിൾ കോമൺ മൾട്ടിപ്പിൾ 20 എടുക്കുക, ഡബിൾ എടുക്കുക. ഇതിന് 20നെ 10 ആയിട്ട് 2 ആയിട്ട് ഫുള്ളി ഹരിക്കാൻ കഴിയും, എന്നാൽ വീണ്ടും 8 ആയിട്ട് എന്താണ് പ്രശ്നമാണ്. ഇനി അതിന്റെ അടുത്ത മൾട്ടിപ്പിൾ 30 എടുക്കുക. 30 10 ആയിട്ട് ഫുള്ളി ഡിവിസിബിൾ ആണ്, എന്നാൽ വീണ്ടും 8 ആയിട്ട് പ്രശ്നമാണ്. എന്നാൽ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുമ്പം 40 എടുക്കുമ്പം എന്താണ് 45ല് എന്താണ് ഫുള്ളി ഡിവിസിബിൾ ആണ്. 8 × 5 ആണ് 40. അതേപോലെ 5 × 8 ആണ് 40. 10 × 4 ആണ് 40. അപ്പൊ എന്താണ് 40 ഇവിടെ കോമൺ ആയിട്ട് ഈ 5, 8, 10 നമുക്ക് ഫുള്ളി ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ 1/8 പ്ലസ് 1/5 പ്ലസ് 1/10 ഫുള്ളി ഹരിക്കാൻ കഴിയുന്ന ഒരു നമ്പർ ആണ് എന്ത് 40. ഇനി ഈ 40നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ആയിട്ട് 5 ആണ് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. 8 × 5 ആണല്ലോ, 5 ചെയ്യുമ്പോഴാണ് എന്ത് 40 കിട്ടുന്നത്. ഈ 5നെ മുകളിൽ കാണുന്ന അതായത് ന്യൂമറേറ്റർ ഏതോ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇവിടെ എഴുതുന്നത്. സോ 5 × 1 5. പിന്നെ അതേപോലെ 40 5 ആയിട്ട് എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 × 1 പ്ലസ് 8. പിന്നെ 4. 17/40 ആണ് ആൻസർ. ഇതേപോലെ സപ്പോസ് 3/6 പ്ലസ് 2/12 മൈനസ് 1/3 എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എന്താണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യുക. 6, 12, 13 എന്ന് പറയുന്ന 3 നമ്പറിൽ ഫുള്ളി ഡിവിസിബിൾ ആക്കാൻ പറ്റുന്ന നമ്പർ ഏതാന്നുള്ളത് എടുക്കുക. അതായത് നമ്മൾ സപ്പോസ് ഇതിൽ ഏറ്റവും വലിയ നമ്പർ 12 ആണ്. അതിനെടുക്കുമ്പോൾ 6 ആയിട്ട് ഫുള്ളി ഹരിക്കാൻ കഴിയും, 12 ആയിട്ട് ഫുള്ളി ഹരിക്കാൻ കഴിയും, 3 ആയിട്ട് ഫുള്ളി ഹരിക്കാൻ കഴിയും. സിസ്റ്റം 0 വരുന്നുണ്ട്. അപ്പൊ എന്താണ് 12നെ താഴത്ത് എഴുതാം. 12നെ 6 ആയിട്ട് എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത് 2 ആയിട്ട്. 2 × 3 എത്രയാ 6 പ്ലസ് 12 കിട്ടുന്നത് 1 ആയിട്ട്. 1 × 1 ചെയ്യുമ്പോഴല്ലേ 1 × 2 എത്ര 2. പിന്നെന്താണ് മൈനസ് 3 12 കിട്ടാൻ എന്ത് ചെയ്യണം × 4 ചെയ്യണം. 4 × 1 എത്ര 4. 6 + 2 8. 8 - 2 8 - 4 4. 4/12 ആണ് ആൻസർ. ഇതിനെ ഒന്നും കൂടി വേണമെങ്കിൽ ചെറുതാക്കാം, അങ്ങനെയും ചെയ്യാം. സോ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ 1/3 പ്ലസ് 1/6 മൈനസ് 1/4. ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.